ഒരിക്കലും സംഭവിക്കാത്ത കീഴ്വഴക്കങ്ങളില്ലാത്ത രാജ്യാന്തര ശ്രദ്ധയും അതുപോലെ തന്നെ രാജ്യങ്ങളുടെ സഹകരണവും അതേപോലെ റിസോഴ്സസിൻ്റെ ഉപയോഗവുമെല്ലാം കോവിഡ് വാക്സിൻ്റെ നിർമ്മാണത്തിന് സാക്ഷ്യം വഹിച്ചു. കാരണം കോവിഡ് മൂലം മരിച്ചു വീഴുന്നവരുടെ എണ്ണം അത്രമാത്രം വലുതായിരുന്നു. 70 ലക്ഷത്തിലധികം പേരാണ് കോവിഡ് മൂലം ലോകത്താകമാനം മരിച്ചു വീണത്. അപ്പോൾ ജീവൻ രക്ഷിക്കുക എന്നതിനായിരുന്നു പ്രഥമ പരിഗണന, ബാക്കിയെല്ലാം രണ്ടാമത് മാത്രം. ലോക ചരിത്രത്തിൽ തന്നെ ഇത്രയും കുറഞ്ഞ സമയം കൊണ്ട് ഒരു വാക്സിൻ നിർമ്മിച്ചിട്ടേ ഉണ്ടാകില്ല. കാരണം വാക്സിന് അത്രമാത്രം ആവശ്യക്കാരായിരുന്നു നമ്മൾ. അങ്ങനെ മരണം നമ്മളെ തുറിച്ചു നോക്കി നിൽക്കുമ്പോഴാണ് 1 വർഷത്തിൽ താഴെ സമയം കൊണ്ട് ഒരു വാക്സിൻ ലോകം നിർമ്മിച്ചെടുത്തതും അനേകം ലക്ഷം ആൾക്കാരെ മരണത്തിൽ നിന്നും രക്ഷിച്ചതും. ഇതിനെ വേണമെങ്കിൽ വലിയ തിരക്കുള്ള ഒരു നഗരവീഥിയിലൂടെ ഒരു ബൈക്ക് ഓടിക്കുന്നതിനോട് വേണമെങ്കിൽ നമുക്ക് ഉപമിക്കാം. ട്രാഫിക് ജാമ്, ട്രാഫിക് ലൈറ്റുകൾ, ഇങ്ങനെ എന്തെല്ലാം കടമ്പകൾ. ഇതെല്ലാം കടന്ന് ഡെസ്റ്റിനേഷനിൽ എത്തുവാൻ എത്രമാത്രം സമയമെടുക്കും ഒന്ന് ഊഹിച്ചു നോക്കൂ. എന്നാൽ അതേ ബൈക്ക് പോലീസ് അകമ്പടിയോടെ കൂടിയാണെങ്കിലോ സമയത്തിനു മുമ്പ് സുരക്ഷിതമായി ഡെസ്റ്റിനേഷനിൽ എത്തിച്ചേരുന്നത് പോലെയുള്ള ഒരു പ്രോസസ്സാണ് ഈ കോവിഡ് വാക്സിൻ നിർമ്മാണം. നമസ്കാരം. അജയ്സ് പ്രസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെൽക്കം ടു അജയ്സ് പ്രസ്. ഹിയർ വാട്ട് വി ഡു ഈസ് എക്സ്പ്രസ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മെഡിസിൻ ആൻഡ് പൊളിറ്റിക്സ്, രാഷ്ട്രീയവും മെഡിസിനും രണ്ടും ഒരിക്കലും മിക്സ് ചെയ്തു കൂടാ. കാരണം മെഡിസിൻ ശാസ്ത്രത്തിലും മറ്റൊന്ന് അധികാരത്തിലും വൈകാരികതയിലും അധിഷ്ഠിതമാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത് എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഇന്ത്യയിൽ വലിയൊരു വിവാദം ഉടലെടുത്തു കഴിഞ്ഞിട്ടുണ്ട്. കോവിഷീൽഡ് വാക്സിനെ കുറിച്ചാണ് ആ വിവാദം. ഭാരതത്തിൽ നല്ലൊരു ശതമാനം ആൾക്കാരും കോവിഡ് വാക്സിൻ എടുത്തിട്ടുണ്ട്, അതും കോവിഷീൽഡ്. കോവിഷീൽഡിൻ്റെ യഥാർത്ഥ നിർമ്മാതാക്കളായ ആസ്ട്രാസെനീക കോവിഷീൽഡ് വാക്സിൻ അപൂർവം കേസുകളിൽ ശരീരത്തിൽ ബ്ലഡ് ക്ലോട്ടുകൾ ഉണ്ടാക്കാം എന്ന് ലണ്ടനിലെ ഒരു കോടതിയിൽ സമ്മതിക്കുകയുണ്ടായി. ഇന്ത്യയിൽ ഈ വിഷയം പുതിയ ചർച്ചകൾക്കും സർക്കാരിന് നേർക്ക് വലിയ തോതിലുള്ള കുറ്റപ്പെടുത്തലുകൾക്കും അതുപോലെ തന്നെ വാക്സിൻ എടുത്തവർക്കിടയിൽ മനഃപൂർവ്വമായി ഭയം ജനിപ്പിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടാക്കിയിരിക്കുന്നു. എന്താണ് ഇതിൻ്റെ സത്യം? നിങ്ങൾ കോവിഷീൽഡാണ് എടുത്തിട്ടുള്ളത് എങ്കിൽ നിങ്ങൾ ഭയപ്പെടേണ്ട ഒരു സാഹചര്യം ഇന്നുണ്ടോ? ഇന്ന് നമ്മൾ ഈ വിഷയമാണ് പരിശോധിക്കുന്നത്. ഈ ഒരു വിഷയത്തിൽ സോഷ്യൽ മീഡിയയിൽ വലിയ ലഹള തന്നെ നടക്കുകയാണ്. ഇന്ത്യയിൽ സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയാണ് ഈ വാക്സിൻ നിർമ്മിച്ചത്. ഈ വാക്സിൻ്റെ ഫോർമുല ആസ്ട്രാസെനിക്കയിൽ നിന്നുമാണ് സിറം ഇൻസ്റ്റിറ്റ്യൂട്ടിന് ലഭിക്കുന്നത്. ആ ആസ്ട്രാസെനിക്കയാണ് ഇപ്പോൾ കോടതിയിൽ പറഞ്ഞിരിക്കുന്നത് അപൂർവം കേസുകളിൽ വാക്സിൻ എടുക്കുന്നവരിൽ ഇത് TTS ഉണ്ടാക്കിയേക്കാമെന്ന്. എന്താണ് ഈ TTS? ത്രോംബോസിസ് വിത്ത് ത്രോംബോസൈറ്റോപീനിയ സിൻഡ്രോം, അതാണ് TTS. കമ്പനി ഒരു കാര്യം കൂടി കോടതിയിൽ പറഞ്ഞു, TTS വാക്സിൻ എടുക്കാത്തവരിലും ഇതുണ്ടായേക്കാം. അപ്പോൾ യഥാർത്ഥ കാരണം അറിയണമെങ്കിൽ ഓരോ ഇൻഡിവിജ്വൽ കേസും എടുത്ത് എക്സ്പേർട്ടുകളുടെ സാക്ഷ്യപ്പെടുത്തൽ ആവശ്യമാണ്. എന്താണ് ഇതിൻ്റെ കാരണമെന്ന് തിരിച്ചറിയാൻ. ഇപ്പോൾ ലണ്ടനിൽ ഏകദേശം 51 കേസുകളാണ് ലണ്ടൻ ഹൈക്കോടതിയിൽ ആസ്ട്രാസെനിക്കയ്ക്കെതിരെ ഫയൽ ചെയ്തിരിക്കുന്നത്. ഏകദേശം $125 മില്യൺ ഇതിന് വരുന്ന നഷ്ടപരിഹാരമായി കൊടുക്കേണ്ടി വന്നാൽ. വാക്സിൻ ഡിഫക്റ്റീവ് ആണെന്നും അത് പരിക്കുകൾക്കും ഗുരുതരമായ പരിക്കുകൾക്കും മരണങ്ങൾക്കും കാരണമായി എന്നാണ് കേസ് കൊടുത്തവരുടെ വാദം. എന്നാൽ ആസ്ട്രാസെനിക്ക ഇതെല്ലാം നിഷേധിച്ചിട്ടുണ്ട്. എന്നാൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ അവർ ഒരു കാര്യം സമ്മതിച്ചിട്ടുണ്ട്, കോവിഷീൽഡ് വാക്സിൻ അപൂർവം കേസുകളിൽ ബ്ലഡ് ക്ലോട്ട് ഉണ്ടാക്കിയേക്കാം എന്ന്. ത്രോംബോസിസ് വിത്ത് ത്രോംബോസൈറ്റോപീനിയ സിൻഡ്രോം. എന്താണ് ഈ TTS അല്ലെങ്കിൽ ത്രോംബോസിസ് വിത്ത് ത്രോംബോസൈറ്റോപീനിയ സിൻഡ്രോം? ത്രോംബോസിസ് എന്ന് പറഞ്ഞാൽ ബ്ലഡ് ക്ലോട്ടിങ് എന്നും ത്രോംബോസൈറ്റോപീനിയ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് പ്ലേറ്റ്ലെറ്റ് കൗണ്ടുകളുടെ കുറവുമാണ്. അപ്പോൾ രക്തത്തിൽ ക്ലോട്ടിങ് ഉണ്ടാവുകയും ഒപ്പം പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറയുകയും ചെയ്യുന്ന സ്ഥിതിവിശേഷമാണ് TTS. ഇപ്പോൾ വാക്സിൻ എടുത്തവർ ചോദിക്കുന്നത് എങ്ങനെയാണ് ഇന്ത്യ ഗവൺമെൻറ് ഈ വാക്സിന് അംഗീകാരം കൊടുത്തത് എന്നാണ്. ആരാണ് ഉത്തരവാദികൾ? പ്രതിപക്ഷ പാർട്ടികളും സോഷ്യൽ മീഡിയയും എല്ലാം ഈ വിഷയം ഏറ്റെടുത്തിട്ടുണ്ട്. ഏറ്റവും പുതിയ ഹാഷ്ടാഗ് തന്നെ അറസ്റ്റ് നരേന്ദ്രമോദി എന്നാണ്. ഇതിന് ആയിരക്കണക്കിന് ട്വീറ്റും കമൻറ്റുകളുമാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാ വിരലുകളും സർക്കാരിന് നേരെ തിരിയുന്നു. എന്നാൽ ഈ ബഹളത്തിനെല്ലാം എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ? നമുക്കൊന്ന് നോക്കാം. കൃത്യം കണക്ക് നമുക്കറിയില്ല. ഇന്ത്യയിൽ ഏകദേശം 220 കോടി ഡോസ് വാക്സിനാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ തന്നെ 80% കോവിഷീൽഡാണ്.
ഒരു കാൽക്കുലേറ്റഡ് ഗസ് എന്ന് പറഞ്ഞാൽ 176 കോടി ഡോസ് വാക്സിൻ കോവിഷീൽഡ് ആണ് ഇത്. ഓരോരുത്തരും 2 ഡോസ് വാക്സിൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ 80 കോടിയിലധികം ആൾക്കാർ ഇന്ത്യയിൽ കോവിഷീൽഡ് വാക്സിൻ എടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ലഭിച്ചിട്ടുണ്ട്. ഇത്രയും ആൾക്കാർ ഈ ബ്ലഡ് ക്ലോട്ടിനെ കുറിച്ചും TTSനെ കുറിച്ചുമെല്ലാം പരിഭ്രാന്തരാകേണ്ട ആവശ്യമുണ്ടോ? ഒറ്റ ഉത്തരമേ ഉള്ളൂ, നോ. അപ്പോൾ സോഷ്യൽ മീഡിയയും പ്രതിപക്ഷവും ഉണ്ടാക്കുന്ന ഈ പൊല്ലാപ്പുകളുടെ അർത്ഥം എന്താണ്? കൂടുതലും രാഷ്ട്രീയ പ്രേരിതം എന്ന് തന്നെ പറയേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ കോവിഷീൽഡിനെ സംബന്ധിക്കുന്ന മിഥ്യാധാരണകൾ നമുക്ക് തിരുത്തേണ്ടതുണ്ട്. ഒന്നാമത്തെ കാര്യം, ആസ്ട്രാസെനിക്ക ഈ ഒരു കാര്യം മറച്ചു വെച്ചിരുന്നു. ഉത്തരം ഇല്ല എന്നാണ്. കോവിഡ് വാക്സിൻ്റെ പാക്കേജിംഗ് ഇൻസേർട്ട്, അതുപോലെ ഫാക്ട് ഷീറ്റ് ഇത് വായിച്ചിട്ടുണ്ടോ? ഉണ്ടാകാൻ വഴിയില്ല. ഈ പാക്കേജിംഗ് ഇൻസേർട്ടും മറ്റും ഡോക്ടർമാരെ മാത്രം ഉദ്ദേശിച്ച് തയ്യാർ ചെയ്തിട്ടുള്ളതാണ്. ഇതിൽ വാക്സിൻ്റെ ഇൻഡിക്കേഷൻസ്, ഡോസേജ് സ്ട്രെങ്ത്, അതിൻ്റെ അഡ്മിനിസ്ട്രേഷൻ, യൂസേജ്, അതിൻ്റെ എഫക്ട്സ്, ഡ്രഗിൻ്റെ റിയാക്ഷൻസ്, ക്ലിനിക്കൽ എഫിക്കസി, കോൺട്രാ ഇൻഡിക്കേഷൻസ്, റിസ്ക് ആൻഡ് ബെനിഫിറ്റ്സ് ആൻഡ് യൂസ് ഇൻ സ്പെസിഫിക് പോപ്പുലേഷൻസ് ഇതെല്ലാം വിവരിച്ചിട്ടുണ്ട്. ഇതിലൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. സ്പെഷ്യൽ വാർണിംഗ്സ് ആൻഡ് സ്പെഷ്യൽ പ്രിക്കോഷൻസ് ഫോർ യൂസ് എന്ന് പറഞ്ഞാൽ ത്രോംബോ എംബോളിസം ആൻഡ് ത്രോംബോസൈറ്റോപീനിയ ഹാസ് ബീൻ ഒബ്സർവ്ഡ് വിത്ത് എ ഫ്രീക്വൻസി ലെസ് ദാൻ 1/100,000. അർത്ഥം, ബ്ലഡ് ക്ലോട്ട് ഉണ്ടാക്കുവാനുള്ള സാധ്യത കമ്പനി മറച്ചു വെച്ചിട്ടില്ല. അത് പബ്ലിക് ഡൊമൈനിൽ അന്നും ഇന്നും ഉള്ളത് തന്നെയാണ്. ഇനി രണ്ടാമത്തെ ചോദ്യം, ഈ റിസ്ക് ഗുരുതരമായ ഒന്നാണ്. 2022 ഒരു UK പഠനം വെളിവാക്കുന്നത് ഇതാണ്. 46 മില്യൺ പ്രായപൂർത്തിയായ ആൾക്കാരുടെ റെക്കോർഡുകൾ ഡിസംബർ 2020 മാർച്ച് 2021 ഇടയിൽ പരിശോധിക്കുന്നു. അതിൽ ക്ലോട്ട് റിസ്ക് വളരെ കുറവാണ് എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. 1 മില്യണിൽ 3-ൽ താഴെ മാത്രം കേസുകൾ. എന്നാൽ മനസ്സിലാക്കേണ്ട മറ്റൊന്ന്, കോവിഡ് മൂലം ഉണ്ടാകാനിടയുള്ള ബ്ലഡ് ക്ലോട്ടുകൾ വാക്സിൻ ഉണ്ടാക്കുന്നതിനേക്കാൾ 10 മടങ്ങ് വലുതായിരുന്നു എന്നാണ്. അപ്പോൾ ബെനിഫിറ്റ്സ് റിസ്കിനെ മറികടക്കുന്നു എന്നതാണ് ആത്യന്തികമായ റിസൾട്ട്. കോവിഡ് വാക്സിൻ മാത്രമല്ല, റിസ്ക് ഇല്ലാത്ത ഏത് വാക്സിനാണുള്ളത്? ഇൻഫ്ലുവൻസ വാക്സിൻ, H1N1, എന്തിന് നമ്മുടെ പേപ്പട്ടി വിഷബാധയ്ക്ക് പ്രയോഗിക്കുന്ന റാബീസ് വാക്സിൻ വരെ എല്ലാത്തിനും ബ്ലഡ് ക്ലോട്ടും സൈഡ് എഫക്ട്സും ഒക്കെ ഉണ്ടാക്കുവാൻ കഴിയും. അതുകൊണ്ട് നമ്മൾ ആരെങ്കിലും അത് എടുക്കാതിരിക്കുമോ? ഒരു വാക്സിൻ നിർമ്മാതാക്കളും അത് 100% വിജയപ്രദമാണ് എന്ന് അവകാശപ്പെടാറില്ല. അവർ സൈഡ് എഫക്ട്സും നമ്മളോട് പറയാറുണ്ട്. ഇനി വാക്സിൻ അപ്രൂവ് ചെയ്തത് ഒരിക്കലും ഒരു പൊളിറ്റിക്കൽ തീരുമാനം അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ ഡിസിഷൻ ആയിരുന്നില്ല. അത് ഡോക്ടർമാരും ശാസ്ത്രജ്ഞന്മാരും അടങ്ങുന്ന വലിയൊരു വിഭാഗത്തിൻ്റെ അറിവും സമ്മതത്തോടും കൂടിയായിരുന്നു. ഇന്ത്യയും ആ മാർഗമാണ് പിന്തുടർന്നത്. എല്ലാ വാക്സിനും CDSCO, സെൻട്രൽ ഡ്രഗ് സ്റ്റാൻഡേർഡ് കൺട്രോൾ ഓർഗനൈസേഷൻ്റെ അപ്രൂവൽ ഉണ്ടായിരുന്നതാണ്. തീർച്ചയായും കോവിഷീൽഡിന് സൈഡ് എഫക്ട്സ് ഉണ്ട്. പക്ഷേ അതൊരു ഗൂഢാലോചനയുടെ ഭാഗമൊന്നും ആയിരുന്നില്ല. എല്ലാവർക്കും അറിവുള്ള കാര്യം തന്നെയായിരുന്നു അത്. കോവിഡിൻ്റെ റിസ്കിനേക്കാൾ വലുതായിരുന്നില്ല വാക്സിൻ ഉയർത്തുന്ന റിസ്ക്. വേണമെങ്കിൽ ഫാർമ കമ്പനികൾക്കും ഗവൺമെൻറ്റിനും ഇത് പൊതുജനത്തെ അറിയിക്കാമായിരുന്നു. പക്ഷേ ഇത് പറയുവാൻ എളുപ്പമാണ്. അന്ന് കാര്യങ്ങൾ എത്ര കണ്ടു കുഴപ്പം പിടിച്ചതായിരുന്നു എന്ന് ഓർമ്മയില്ലേ? നമുക്കറിയാം, ഒരു അസുഖത്തിനുള്ള വാക്സിൻ കണ്ടുപിടിക്കുവാൻ ഏറ്റവും ചുരുങ്ങിയത് 10 വർഷമെങ്കിലും എടുക്കും. ഇത് പല കാരണങ്ങൾ കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. വാക്സിൻ കണ്ടുപിടിക്കുക എന്നത് തന്നെ വളരെ ചെലവേറിയ ഒന്നാണ്. അതുകൊണ്ട് കോസ്റ്റ് കുറയ്ക്കുവാൻ നന്നായി സമയമെടുത്തു മാത്രമാണ് ഈ പ്രക്രിയ നടത്തുക. ഓരോ സ്റ്റേജും വിജയകരമായി പൂർത്തീകരിച്ചതിന് ശേഷം മാത്രമേ അടുത്ത സ്റ്റേജിലേക്ക് സാധാരണഗതിയിൽ പ്രവേശിക്കാറുള്ളൂ. ഒരിക്കലും സംഭവിക്കാത്ത കീഴ്വഴക്കങ്ങളില്ലാത്ത രാജ്യാന്തര ശ്രദ്ധയും അതുപോലെ തന്നെ രാജ്യങ്ങളുടെ സഹകരണവും അതേപോലെ റിസോഴ്സസിൻ്റെ ഉപയോഗവുമെല്ലാം കോവിഡ് വാക്സിൻ്റെ നിർമ്മാണത്തിന് സാക്ഷ്യം വഹിച്ചു. കാരണം കോവിഡ് മൂലം മരിച്ചു വീഴുന്നവരുടെ എണ്ണം അത്രമാത്രം വലുതായിരുന്നു. 70 ലക്ഷത്തിലധികം പേരാണ് കോവിഡ് മൂലം ലോകത്താകമാനം മരിച്ചു വീഴുന്നത്. അപ്പോൾ ജീവൻ രക്ഷിക്കുക എന്നതിനായിരുന്നു പ്രഥമ പരിഗണന, ബാക്കിയെല്ലാം രണ്ടാമത് മാത്രം. ലോക ചരിത്രത്തിൽ തന്നെ ഇത്രയും കുറഞ്ഞ സമയം കൊണ്ട് ഒരു വാക്സിൻ നിർമ്മിച്ചിട്ടേ ഉണ്ടാകില്ല. കാരണം വാക്സിന് അത്രമാത്രം ആവശ്യക്കാരായിരുന്നു നമ്മൾ. അങ്ങനെ മരണം നമ്മളെ തുറിച്ചു നോക്കി നിൽക്കുമ്പോഴാണ് 1 വർഷത്തിൽ താഴെ സമയം കൊണ്ട് ഒരു വാക്സിൻ ലോകം നിർമ്മിച്ചെടുത്തതും അനേകം ലക്ഷം ആൾക്കാരെ മരണത്തിൽ നിന്നും രക്ഷിച്ചതും. ഇതിനെ വേണമെങ്കിൽ വലിയ തിരക്കുള്ള ഒരു നഗരവീഥിയിലൂടെ ഒരു ബൈക്ക് ഓടിക്കുന്നതിനോട് വേണമെങ്കിൽ നമുക്ക് ഉപമിക്കാം. ട്രാഫിക് ജാമ്, ട്രാഫിക് ലൈറ്റുകൾ, ഇങ്ങനെ എന്തെല്ലാം കടമ്പകൾ.
ഇതെല്ലാം കടന്ന് ഡെസ്റ്റിനേഷനിൽ എത്തുവാൻ എത്രമാത്രം സമയമെടുക്കും ഒന്ന് ഊഹിച്ചു നോക്കൂ. എന്നാൽ അതേ ബൈക്ക് പോലീസ് അകമ്പടിയോടെ കൂടിയാണെങ്കിലോ സമയത്തിനു മുമ്പ് സുരക്ഷിതമായി ഡെസ്റ്റിനേഷനിൽ എത്തിച്ചേരുന്നത് പോലെയുള്ള ഒരു പ്രോസസ്സാണ് ഈ കോവിഡ് വാക്സിൻ നിർമ്മാണം. തീർച്ചയായും ഫാർമ കമ്പനികൾ ലാഭം ഉണ്ടാക്കിയില്ല എന്നല്ല. പാരാസെറ്റമോൾ മുതൽ വാക്സിൻ വരെ അവർ ഉണ്ടാക്കിയ ലാഭം ചെറുതൊന്നുമല്ല. 2022 ഫൈസറിൻ്റെ മാത്രം റവന്യൂ $100 ബില്യൺ ആയിരുന്നു. ഇതിൽ 57 ബില്യനും കോവിഡ് വാക്സിനും അതിൻ്റെ ആൻറ്റി വൈറൽ മരുന്നുകളിൽ നിന്നുമായിരുന്നു. എല്ലാ കമ്പനികളും ലാഭമുണ്ടാക്കി. ഏകദേശം $9,000 കോടി ആയിരുന്നു എല്ലാ കമ്പനികളുടെയും ചേർന്നുള്ള ലാഭം. ഫൈസർ 35 ബില്യൺ, ബയോടെക് 20 ബില്യൺ, മോഡേണ 20 ബില്യൺ, ചൈനയുടെ സൈനോവാക് 15 ബില്യൺ, ഇങ്ങനെ പോകുന്നു വലിയ കമ്പനികളുടെ ലാഭം. നമുക്ക് വേണമെങ്കിൽ ഫാർമ കമ്പനികളോട് ഒരു ചോദ്യം ചോദിക്കാം. വാക്സിൻ്റെ വിലയെക്കുറിച്ച്. വളരെ വലിയ വിലയായിരുന്നു വാക്സിന് നമ്മൾ കൊടുത്തത്. അത് വേണമെങ്കിൽ നമുക്ക് ചോദിക്കാം. പക്ഷേ എഫക്ട്സ്, അത് സൈഡ് എഫക്ട്സിനേക്കാൾ മുൻതൂക്കം നേടുമ്പോൾ നമ്മൾ മറ്റതെല്ലാം മറക്കേണ്ടി വരും. എന്തൊക്കെയായിരുന്നാലും 3 അഭിശപ്ത വർഷങ്ങളുടെ ഓർമ്മകൾ ലോകത്തിന് അങ്ങനെയൊന്ന് ആദ്യമായിരിക്കും. അത് നമ്മളിൽ വരുത്തിയ മാറ്റവും ലോകത്തിന് നൽകിയ പാഠവും എക്കാലവും ഓർമ്മിക്കപ്പെടും. തീർച്ച. ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോ ലൈക്കും കമൻറ്റും ചെയ്യുവാനും മറക്കരുത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.